ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ അത് എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്റെ മോനെ നോക്കാൻ നേരം, എന്റെ മക്കളെ നോക്കാൻ നേരം ഏതെങ്കിലും സ്ത്രീ പറയും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് തോന്നാം, നിന്റെ ഈ കോപ്പിലെ പരിപാടി നീ ഇന്നുകൊണ്ട് നിർത്തിക്കണം കേട്ടല്ല. വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എടി അലിച്ചു മിരിഞ്ഞെന്നൊക്കെ പറഞ്ഞത് എന്താ സംഭവം ചോദിച്ചപ്പോൾ ഞാൻ ലൈവിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവള് ഫോൺ എടുത്തില്ല, എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പൊ അത്രയുള്ള കാര്യം എന്ന് പറഞ്ഞൊരു ചിരിയും ചിരിച്ചോളൂ നീ കൊണ്ട് നോക്കി എനിക്കൊരു കുഴപ്പമില്ലെന്ന് അത്രയും അങ്ങനെ പറഞ്ഞു. എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്തൊരു വ്യക്തിയാണ്. അത്രയും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദാസേട്ടന്റെ വർക്കൊക്കെ ഇറങ്ങിയപ്പോൾ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ്. നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തി. അതേപോലെയുള്ള നല്ല നല്ല വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നാൽ ഇവർക്ക് നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കാൻ പറ്റില്ല. ഫോൺ വിളിച്ചാൽ പോലും അവർക്ക് തിരക്ക് എടുക്കാൻ നേരമില്ല. ഞാൻ എന്നെ അടിപ്പിയത് വീട്ടിലെ ജോലി കഴിഞ്ഞ് തരാം, ബാത്റൂം ഞാൻ നക്കി വൃത്തിയാക്കി തരാം. തീർച്ചയായിട്ടും 100%. ഞാൻ ശരിക്കും നാളെ പറയേണ്ട കാര്യം നിങ്ങൾ എന്റെ ലൈഫിലൊന്നും കയറി അറിയാൻ പറ്റും. ഇമ്മാതിരി കമന്റ് ചെയ്തിട്ട് ഇന്റർവ്യൂ പറഞ്ഞെന്ന് പറഞ്ഞാൽ മൂത്രം തരുമോന്ന് ചോദിച്ചു കമന്റ് ആയിട്ട് മൈൻഡ് കൂടെ. പിന്നെ എന്റെ നഖം കണ്ടാൽ കൂടാതെ തരാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരാം, ഞാൻ ഒരു നമ്മുടെ പറ്റേണ്ട. നമസ്കാരം ചേച്ചി. നമസ്കാരം. എന്തുണ്ട് പിന്നെ? നല്ല വിശേഷം. ഇങ്ങനെ കൂടും. ഇപ്പൊ മഴ വിശേഷം ഇപ്പൊ കുറച്ച് വൈറലായിട്ട് നിൽക്കുവാണല്ലോ. അത്രയ്ക്കായോ? എന്ത് ലൈവ് ഇടാനുള്ള ഇതാണല്ലേ? ലൈവിന്റെ സമയമാണ് എന്റെ നശിച്ചോണ്ടിരിക്കുന്നത്, പോയിക്കൊണ്ടിരിക്കുന്നത്. അതില് കുറച്ചൊരു പരിപാടി പ്രേക്ഷകർ എന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് വന്നത് ചേച്ചിനെ അറിയപ്പെടാൻ തുടങ്ങിയ ആ പള്ളിത്തോട് ആ ഒരു പള്ളിയോട് ആ വിഷയത്തിൽ തുടങ്ങിയാണ്. അപ്പൊ അതില് ഭയങ്കര സൈബർ അറ്റാക്ക് കിട്ടിയല്ലോ, ചേച്ചി വൈറലാകുന്നത്. വൈറലുമായി അല്ലെ കൂടുതൽ ആളുകൾ നോട്ടീസ് ചെയ്യുന്ന പീരീഡ്. അപ്പൊ അത് എങ്ങനെയാണ്? അതെന്റെ തുടക്കമായിരുന്നു. ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ സാധാരണ നോർമൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്ന സമയമാണ്. അപ്പൊ ആ സമയത്ത് അങ്ങനെ ഈ പള്ളിയോടത്തേക്ക് നമ്മള് ഫോട്ടോഷൂട്ട് ചെയ്തു. അത് പള്ളിയോടമാണെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. അപ്പൊ അറിയില്ലാതെ നമ്മൾക്ക് ചെയ്തു പോയൊരു സംഭവമാണത്. അതിനുശേഷം ഇൻസ്റ്റയിലിട്ട ഫോട്ടോസിന് ഭയങ്കര തെറി നെഗറ്റീവ് അതും ഇതൊക്കെ വന്നു. ഒത്തിരി ഭയങ്കര വൃത്തിയായിട്ട രീതിക്കുള്ള പ്രശ്നങ്ങളൊക്കെ ഒരുപാട് വന്നു. അതിനുശേഷം ഇൻസ്റ്റയിൽ നിന്ന് ഞാൻ ആ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിനുശേഷം എന്റെ ഫോട്ടോ ഇങ്ങനെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപാട് ഭീഷണിപ്പെടുത്തലും അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ വന്നു. സൈബർ അറ്റാക്ക് തന്നെയായിരുന്നല്ലോ. ഒരുപാട് ഗ്രൂപ്പുകളിലൊക്കെ ഫോട്ടോസൊക്കെ ഭയങ്കര വൃത്തികെട്ട രീതിക്ക് ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തീർച്ചയായും. കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ തുടക്കമല്ലേ, അപ്പൊ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വന്നപ്പോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ പൊളിച്ചടിക്കാനായിരുന്നു. ഇന്ന് നല്ല മെനക്കെട്ടിയാണ്. ഒരു പേടിയില്ല. എന്തിനു പേടിക്കേണ്ട കാര്യം? അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിന്. അപ്പൊ ചേച്ചി നമ്മളെ രേണുസുതിയാണ് ഇപ്പൊ കത്തി നിൽക്കുന്നത് സോഷ്യൽ മീഡിയ മൊത്തം. ബിഗ് ബോസ് തരംഗം കൂടെ ആഞ്ഞടിക്കുകയാണ്. അതെ, അവള് ബിഗ് ബോസ് കേരളം ബിഗ് ബോസ് എന്ന തരംഗം ആഞ്ഞടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് രേണുസുതി കൊണ്ട് വൈറലായിക്കൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെ ഇടയ്ക്കാണ് ചേച്ചി വന്ന് കുഞ്ഞിനെ ഞാൻ ഏറ്റെടുത്തോളാം എന്നൊരു ഇത്. ആ സുധിയായിട്ട് എങ്ങനെ ബന്ധം തുടങ്ങാം? സുധിച്ചേട്ടൻ ഞങ്ങളൊരു ടമാർപ്പട എന്നും പറഞ്ഞൊരു ഗ്രൂപ്പിൽ പരിചയപ്പെട്ടതാ. അപ്പൊ ഇല്ല ഞങ്ങൾക്കൊരു ഗ്രൂപ്പിൽ ഒരു കോമൺ ഗ്രൂപ്പ് അത് ഒരുപാട് ആർട്ടിസ്റ്റുകളും കോമഡി ആർട്ടിസ്റ്റുകളും. ഞാൻ ആ സമയത്ത് നെൽസൺ ചേട്ടൻ്റെ കൂടെ സ്കിറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ ഈ സി കേരളത്തില് നെൽസൺ ചേട്ടൻ, ഉല്ലാസ് പന്തളം ചേട്ടൻ, തിരുമല ചന്ദ്രൻ ചേട്ടന്റെ കൂടെ ഒരു സ്കിറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സി കേരളത്തില്. ആ സമയത്ത് തന്നെ ടമാർപ്പട എന്നും പറഞ്ഞൊരു ഗ്രൂപ്പിൽ ആരോ കൊണ്ട് ആഡ് ചെയ്ത്, ആരൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അന്ന് സുധിച്ചേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുമ്പോൾ ഇങ്ങനെ റിപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ സുധിച്ചേട്ടൻ ആ സമയത്ത് അത്യാവശ്യം നല്ലപോലെ സ്കിറ്റൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയമാണ്. അങ്ങനെ നമ്പറൊക്കെ സേവ് ചെയ്തുകൊണ്ടായിരിക്കും സ്റ്റാറ്റസ് ഒക്കെ കണ്ട് സ്റ്റാറ്റസിനൊക്കെ ഇങ്ങനെ റിപ്ലൈ ഒക്കെ തരും. കുട്ടാന്ന പുള്ളി എല്ലാവരും വിളിക്കുള്ളൂ. അപ്പൊ അങ്ങനെ സുധിച്ചേട്ടാ സുഖമല്ലേ എന്നൊക്കെ അങ്ങനെ സംസാരിക്കാന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ കുഞ്ഞിന് തീരെ വയ്യ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കും, കുറച്ച് പൈസ തരുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, സുധിച്ചേട്ടാ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര മോശമാണ്, എൻ്റെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ സുധിച്ചേട്ടൻ പറഞ്ഞു, നീ എനിക്ക് ഉള്ളത് എനിക്ക് തരണം, ഇല്ലാന്ന് മാത്രം നീ പറയരുത് എന്ന് പറഞ്ഞ് ഞാൻ കുറച്ച് പൈസ എടുത്തിട്ട് കൊടുത്തു. അതിനുശേഷം ഇട്ട് കൊടുത്ത പൈസ ഫുൾ എനിക്ക് തിരിച്ചു തന്നില്ല, എന്നാലും എനിക്ക് കുറച്ച് പൈസ തിരിച്ചു തന്നു. അതിനുശേഷം ഇളയവൻ ഇപ്പൊ ഋതപ്പനില്ലേ, ഋതപ്പന് ഇതുപോലെ വയ്യ മോനെ, അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ടാണ്, നീ എനിക്ക് പെട്ടെന്ന് തന്നെ പൈസ അയച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൊടുക്കാന്ന് പറഞ്ഞ് അങ്ങനെയാണ് രേണുവിന്റെ ഫോൺ കൊടുത്തിട്ട് രേണു സംസാരിക്കുകയാണ്, മോനെ ആകപ്പാടെ പെട്ടിരിക്കുകയാണ്, കൊച്ചിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, ഞാൻ ഒരു മാസത്തിനകം തിരിച്ചു തരാം എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ വീണ്ടും പൈസ ഞാൻ ഇട്ട് കൊടുത്തു. രണ്ടാമത് ചോദിച്ചു. അത് ഫുള്ള് കിട്ടിയില്ല, കുറച്ച് കിട്ടിയായിരുന്നു. അത് നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഞാൻ എവിടെയൊക്കെ, എന്നാലും പോട്ടെ. അപ്പൊ അങ്ങനെ രണ്ടാമത് പൈസ കൊടുത്തു. അതിനുശേഷം എന്നെ അവള് രേണു വിളിച്ചു. അപ്പൊ ഞാൻ കുഞ്ഞിന് വയ്യാതിരിക്കുന്ന അവസ്ഥയിലാണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ പൈസ കൊടുത്തത്. അങ്ങനെ എന്താ പറയാ, അങ്ങനെ വിളിച്ച് അങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ മരിച്ച സമയത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല, ആനന്ദരാഗത്തിന്റെ ഷൂട്ടിലായിരുന്നു ഞാൻ കൊല്ലത്ത്. അപ്പൊ എനിക്ക് പോകാൻ പറ്റിയില്ല ആ സമയത്ത്. അതിനുശേഷം ഇപ്പൊ ഒരു
ഏകദേശം 2 മാസം ഉണ്ടായി. കാശ് കൊടുക്കുന്നതിന്റെ അന്ന് സുദ്ധിയായിട്ട് റിലേറ്റ് ചെയ്ത് കടം മേടിച്ച കുറെ വൈറലായിട്ട് ഇതുണ്ടായിരുന്നു ടോപ്പിക്ക്. ആ സമയത്താണ് കാശ് ചോദിക്കുന്നത്. എനിക്കറിയില്ല അതെങ്ങനെയാണെന്ന്. ഇപ്പോഴല്ലേ വൈറലാവുന്ന സാധനങ്ങളൊക്കെ വരുന്നത്. എനിക്ക് ആ സമയത്ത് അങ്ങനെ അറിയില്ലല്ലോ. സുദ്ധിയുടെ ഒരു കേസ് വൈറലായിരുന്നു, കടം മേടിച്ചിട്ട് കൊടുക്കുന്നില്ലെന്ന് പറഞ്ഞ് FB-ലൊക്കെ ഓഡിയോ. അത്രയ്ക്ക് ഞാൻ അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിരുന്ന ഒരാളൊന്നും അല്ല. എന്നാൽ ഞാൻ മറ്റുള്ളവരുടെ കാര്യം അധികം അങ്ങനെ പോയി നോക്കാറില്ല. ഞാൻ എന്റെ കാര്യം നോക്കാൻ തന്നെ എനിക്ക് നേരമില്ല. അപ്പൊ അതാ എനിക്കറിയില്ല കേട്ടോ. അപ്പൊ അങ്ങനെ 2 മാസം മുന്നാണ് ഇതുപോലെ രേണു എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇടുന്നത്. ഇനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ട് വീഡിയോസ് ഒക്കെ എന്നൊക്കെ പറഞ്ഞു. രേണു അപ്പൊ ഞാൻ ഓക്കെ ഇടാന്ന് പറഞ്ഞ് നമ്പറൊക്കെ തന്നു. നമ്പർ തന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു. പിന്നെ അങ്ങനെ വലിയ എപ്പോഴും അങ്ങനെ വിളിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നാലും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവള് വിളിക്കും. വിഷമമൊക്കെ വരുമ്പോൾ എന്നെ വിളിച്ചിട്ട് ഇപ്പൊ ഞാൻ പറയാം. ഇപ്പൊ എന്തെങ്കിലും ഷൂട്ട് ഇതുപോലെ ദാസേട്ടന്റെ ഷൂട്ടില്ലേ, ആ സമയത്ത് എന്നോട് പറഞ്ഞു അതുപോലെ ദാസേട്ടൻ ഇത് ചെയ്യാൻ വേണ്ടി പോടാൻ നീ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞു. ഓൾ ദി ബെസ്റ്റ് നീ അടിച്ചു പൊളി തകർക്കും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദാസേട്ടന്റെ കൂടെയുള്ള സംഭവം ചെയ്തു. അതിനുശേഷം വൈറലായല്ലോ. അത് അത്യാവശ്യം നല്ല ക്ലിക്ക് ആവുകയും ചെയ്തു. അതിനുശേഷം എന്തായാലും വിഷമമുള്ള പറയാ, നീ നിന്റെ സപ്പോർട്ട് ഒരു രക്ഷയില്ല, നീ നല്ല രീതിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിന്റെ സപ്പോർട്ട് ഒരു രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് അവൾ എന്നെ ഒരുപാട് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല ഞാൻ. അന്ന് മരണത്തിന് പോയില്ലേ, ചടങ്ങിന് പോയില്ലേ, മറ്റേ ചരമവാർഷികം 2ാമത്തെ. അതിനാണ് അതെ 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 ആ സമയത്ത് ഞാൻ പോയായിരുന്നു അവളുടെ അടുത്ത്. ആ സമയത്ത് പോയിട്ട്, കാരണം എനിക്കറിയാം സോഷ്യൽ മീഡിയ സൈബർ ബുള്ളിങ് ഏൽക്കുന്ന ഒരു വ്യക്തിയുടെ മനസ്സെനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഹസ്ബൻഡ് കൂടെ അവിടെ ചെന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൾക്കൊരു ആശ്വാസം. അവിടെ ചെന്നപ്പോൾ വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ സത്യം പറയാലോ, ഇവിടെ കുറച്ച് ചെയ്യുന്ന ഇവളുടെ കൂടെയുള്ള കുറച്ച് ഈ ആൽബം അഭിനയിക്കുന്ന കുറച്ച് ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളുടെ ഫാമിലി, അധികം പേരൊന്നും ഞാൻ അവിടെ കണ്ടുമില്ല കേട്ടോ. അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന അവൾ എന്നെ വിളിച്ചു, നീ വരണേന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പൊ ഞാൻ ചെന്നു. അവളെ നേരിട്ട് കണ്ടിട്ടില്ല, എന്നാണ് ഞാൻ കാണാൻ പോകുന്നത്. കാണാൻ നല്ല സൂപ്പറാണ്, അവള് സുന്ദരിയാണ്. എന്താ പറയാ, ആകെ പഠിച്ചിരിക്കോളുള്ളൂ. ഈ വീഡിയോയിൽ കാണുന്ന പോലെ നല്ല സുന്ദരിയാണ്. എനിക്കിഷ്ടമാണ്. അവള് തൻ്റെ ഉള്ള ഒരു പെണ്ണെന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ ഞാൻ പോയി അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. വൃദ്ധപ്പൻ അവിടെ ഉണ്ടായിരുന്നു. വൃദ്ധപ്പനെ കണ്ടു, വൃദ്ധപ്പനോട് സംസാരിച്ച് ഒത്തിരി ഫുഡെല്ലാം വാരി കൊടുത്ത് ഒരു ഉമ്മയൊക്കെ എനിക്ക് തന്നു. എന്നിട്ട് ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. തിരിച്ചു പോകുന്ന എല്ലാ ഒട്ടുമിക്ക കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട്. പിന്നെ കുറെ ആൾക്കാർ അവളെ സൈഡിൽ നിന്നും അവിടെ നിന്നൊക്കെ ഇങ്ങനെ കോക്കറി കാണിച്ചിട്ട് അങ്ങനെ എടുത്തിടുന്നുണ്ട്. അപ്പൊ അതൊന്നും കാണുമ്പോൾ നമുക്കൊന്നും വിലയിരുത്താൻ പറ്റത്തില്ല. പിന്നെ എന്താ പറയാ, ഇപ്പൊ എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാസ്റ്റ് ഇപ്പൊ കൊച്ചിന്റെ ഒരു കാര്യം പറഞ്ഞായിരുന്നു. കൊച്ചിനെ നോക്കാൻ നേരമില്ല, ആര് നോക്കും എന്നൊരു ഇത് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അവളെ കൂട്ടുകാരി എന്ന നിലയ്ക്ക് ഞാൻ നോക്കാൻ റെഡിയാണ് കൊച്ചിനെ നോക്കാനായിട്ട്. ഞാൻ പൂർണ്ണ മനസ്സായിട്ട്. ഞാൻ മാത്രമല്ല, എന്റെ മോളാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചിരുന്നപ്പോൾ മോള് പറയാ, അമ്മയുടെ കൂട്ടുകാരിയല്ലേ രേണു ചേച്ചി, ചേച്ചി എന്തൊക്കെ ചേച്ചെന്ന് പറഞ്ഞു. ഇതെന്തോ ആ കൊച്ചിന്റെ കാര്യമൊക്കെ പറയുന്ന അമ്മ അവനെ ഇങ്ങനെ എടുത്തോണ്ട് പോവാ, നമുക്ക് നോക്കിക്കോളാം. ഒരിക്കലും ഒരു അമ്മ എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, എത്ര തിരക്കെന്നല്ല, തിരക്കിന്റെ ഇപ്പം നയൻതാര വരെ മക്കളെ അവർക്ക് എന്താ പറയാ ഡെലിവറി കഴിഞ്ഞിട്ടില്ല എങ്കിൽ പോലും എന്റെ പിള്ളേരെ അടുത്ത് പുള്ളിക്കാരി നോക്കുകയാണ്. ആ പിള്ളേർക്ക് വേണ്ടി സമയം അത് അവര് മാറ്റി വെക്കണം. അതുപോലെ തന്നെ സണ്ണി ചേച്ചി അതുപോലെ തന്നെ 2 പിള്ളേരുണ്ടായിട്ട് വേറൊരു കൊച്ചിനെ ദത്തെടുത്ത് നോക്കിയിരിക്കുന്നു. അപ്പം അത്രയും തിരക്കുള്ള ആൾക്കാരാണ് അവര്. അപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ തിരക്കൊന്നുമില്ല. ഞാനിപ്പം എന്റെ കുടുംബത്തിന് വേണ്ടി ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി ഞാൻ. അതുകൊണ്ട് എനിക്ക് 2 മക്കളുണ്ട്. അതിന്റെ കൂടെ തന്നെ എനിക്ക് വൃദ്ധപ്പനെ നോക്കാം ഒരു മണി. ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് കേട്ടോ. അതിനുശേഷം ഇവിടെ എന്നെ വിളിച്ചു. അപ്പൊ ഞാൻ ലൈവിലായിരുന്നു. രേണു ഈ ഇഷ്യൂസ് കേട്ടു. നമ്മൾ തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്നൊക്കെയാണല്ലോ നിമി പറഞ്ഞത്. എന്താ സംഭവം ചോദിച്ചു. അപ്പൊ ഞാൻ ലൈവിലാണ്. ഇല്ല ഏതോ വീഡിയോസിൽ ഞങ്ങളുടെ ആരാണ്ട് എടുത്തിട്ട് അടിച്ചു പിരിഞ്ഞ് 2 പേരോട് തമ്മിൽ തല്ലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആരോ വീഡിയോ ചെയ്തു. അപ്പൊ ഇത് കണ്ടപ്പോ ഇവിടെ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു, എടി അടിച്ചു പിരിഞ്ഞെന്നൊക്കെ പറഞ്ഞ് എന്താ സംഭവം ചോദിച്ചു. അപ്പൊ ഞാൻ ലൈവിൽ ഞാൻ വിളിക്കാന്ന് പറഞ്ഞു. തിരിച്ച് ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് അവള് ഫോൺ എടുത്തില്ല. എനിക്ക് മെസ്സേജ് അയച്ചു. അത് രാത്രിയിൽ ഒരു 9 മണിയോ 9:15 അങ്ങോട്ടായപ്പോഴാണ് എന്നെ തിരിച്ചു വിളിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് കൊച്ചിന്റെ കാര്യം പറഞ്ഞു, നിന്റെ കൊച്ചിന് ഞാൻ നോക്കിക്കോളാന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞു. ഓ അത്രയുള്ള കാര്യം എന്നും പറഞ്ഞു ഒരു ചിരിയും ചിരിച്ചിട്ട് അവള് പറഞ്ഞു, നീ കൊണ്ട് നോക്കിക്കോ, എനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത്രയും അങ്ങനെ പറഞ്ഞു. പിന്നെ ഇനി അവര് തീരുമാനിക്കണം. അവള് കൂളായിട്ട് അത് എന്നോട് പറഞ്ഞു, നീ എന്താന്ന് വെച്ച് നോക്കിക്കോ, നീയല്ലേ നോക്കുന്നത്, നീ നോക്കിക്കോ എന്നുള്ള മൈൻഡിൽ അവൾ സംസാരിച്ചു. നീ ബാക്കി അവര് ധരിക്കുന്നു, അതിനെ എനിക്ക് തന്നാ മതി, ഞാൻ നോക്കിക്കോളാം. ഇപ്പോഴും ഞാൻ പറയുന്നു. ഇത്ര വൈറലായ സൗഹൃദത്തിൽ വിള്ളൽ വീണോ? ഞങ്ങളുടെ സൗഹൃദത്തിൽ വിള്ളൽ വരാനായിട്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങൾ സംസാരിക്കുകയോ പറയലോ അല്ലെങ്കിൽ അവളുടെ കാര്യം എന്നെ വിളിച്ച് പറയലോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ ലിങ്ക് ഇട്ട് തരും, ഞാൻ അത് കണ്ട് സൂപ്പർ എന്ന് പറയും. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ആയിട്ട്, അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എനിക്ക് അവളോട് സംസാരിക്കാം, അങ്ങനെ ഒരു സ്കോപ്പ് ഇല്ല. അത്രയ്ക്ക് ഒരു ഓപ്പൺ ആയിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം വന്നിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലാത്തൊരു വ്യക്തിയാണ്. ഇപ്പൊ നമ്മൾ എത്രയൊക്കെ ആൾക്കാരാണെങ്കിലും ഓരോ കാര്യങ്ങൾ നമ്മളോട് പറയുമ്പോൾ നമ്മൾ പോസിറ്റീവ് എടുക്കും, നെഗറ്റീവ് നമ്മൾ കളയും. അങ്ങനെയാണ് ഞാൻ കേട്ടോ. എന്നെ എത്ര ഇളയവരായാലും വലിയവരാണെങ്കിലും അവർ പറയുന്ന കാര്യം ഒരു 10 മിനിറ്റ് ഞാൻ കേൾക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഉൾക്കൊള്ളാൻ ഒരു മൈൻഡ് എനിക്ക് തോന്നുന്ന പ്രായത്തിന്റെ ആയിരിക്കാം, ചിലപ്പോ ശരിയാവുമായിരിക്കും. അങ്ങനെ ഒരു മൊത്തത്തില് നമ്മള് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ക്യാരക്ടർ ആയിരിക്കാം മേ ബി അവൾക്ക്. അങ്ങനെ
അത് ഈ ബിഗ് ബോസിലേക്ക് വരാൻ വേണ്ടി ഫെയിം അതൊന്നും എനിക്കറിയില്ല. ഇല്ലില്ല. തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് മരിച്ച സമയത്ത് സുചേട്ടന്റെ ചരമ വാർത്തയിൽ ഞാൻ പോയപ്പോഴാണ് ഞാൻ കാണുന്നത്. അല്ലാതെ ചാറ്റ് ചെയ്തുള്ള പരിചയമുള്ളൂ. അല്ല, ജസ്റ്റ് വാട്സപ്പിൽ ഇങ്ങനെ മെസ്സേജ്. പിന്നെ മറ്റേ അതുലിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി പോയപ്പോ രേണു ചേച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെ അവരുടെ ഫാമിലിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. രേണുവിന്റെ ഫാമിലിനെ അച്ഛനെയും അമ്മേനെയൊക്കെ, അവർക്ക് അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാത്തവരാ. അച്ഛനും അമ്മയ്ക്കൊക്കെ വയ്യാത്തവരാണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ, ഒരു കുടുംബം നോക്കിപ്പം അവള് സുചേട്ടൻ മരിച്ചതിന് ശേഷം കുടുംബം നോക്കാൻ വേണ്ടി ഇറങ്ങുന്നതെന്ന് പറഞ്ഞു. അതേ ഒരു അവസ്ഥ നിൽക്കുന്ന ഒരാളാണ് ഞാനും. എന്റെ സാഹചര്യം ഭയങ്കര മോശമായി. എന്റെ ഹസ്ബൻഡിന് തീരെ വയ്യാത്തൊരു വ്യക്തിയൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഞാനും പിടിച്ചു നിന്നിട്ട് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് നിന്നിട്ടാണ് ഞങ്ങൾ ഇപ്പൊ താങ്കൾ എടുത്തേക്കെന്ന് എന്നോട് പറഞ്ഞു. ചേച്ചി ഞാനൊരു ഫോൺ കൊണ്ടാണ് വരുന്നത്, വീഡിയോ എടുക്കാൻ വരുന്നത്, കുഴപ്പമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ എന്താ പറഞ്ഞേ, കുഴപ്പമില്ല. അപ്പൊ ഇതേ ഒരു ഫോണിൽ നിന്ന് തുടങ്ങിയതാണ്. ഈ ഫോണിലാണ് വീഡിയോ എടുത്തത്. ഇപ്പൊ നമുക്ക് വലിയ ക്യാമറ ഉണ്ടെന്നല്ല പറഞ്ഞിട്ടോ, നമ്മളിപ്പോഴും ഫോണിൽ തന്നെയാണ് എടുക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഒരു ഫോണിൽ നിന്ന് തുടങ്ങിയ ആൾക്കാരാണ് ഞാൻ. പിന്നെ പറഞ്ഞു അങ്ങനെ എന്താ പറയാ, ഫോണിൽ നിന്ന് തുടങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ നമുക്കിപ്പോ നമ്മുടെ മക്കളെ നോക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെ നോക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാൻഡിൽ നിൽക്കുക. എനിക്ക് ഒരുപാട് സീരിയൽ ചെയ്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതൊന്നും ഇപ്പൊ ഒരു സിനിമയില്ല, ഒരു സീരിയലും ഇല്ല. ഇതൊക്കെ വിട്ടിട്ട് ഞാൻ എന്റെ യൂട്യൂബ് ചാനൽ എനിക്ക് നോക്കിയപ്പോ എനിക്ക് അതാണ് ലാഭം. എനിക്ക് എന്റെ കുടുംബത്തോടൊപ്പം ഇരിക്കാം, എന്റെ വീട്ടുകാർക്കോടൊപ്പം ഇരിക്കാം. എനിക്ക് വീട്ടിൽ സമയം കിട്ടുന്നുണ്ട്. കാരണം നമുക്ക് വീട്ടിലെ ഇപ്പൊ കുക്കിംഗ് ജോലികൾ, അല്ലെ കുക്കിംഗ് വീഡിയോസ്, ഇതൊക്കെ ചെയ്താലും നമുക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ യൂട്യൂബിൽ നിന്ന് നമുക്ക് നല്ലൊരു വരുമാനം നമുക്ക് കിട്ടുന്നുണ്ട്. ചാനലിന് 4 എണ്ണമായി എനിക്ക്. അപ്പൊ ഞാൻ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് വീഡിയോസ് ഒക്കെ നല്ല റീച്ചും ഉണ്ട്. അത് എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേര് എന്റെ കൂടെ നിൽക്കുന്നുണ്ടാണ് കേട്ടോ. പിന്നെ പ്രേക്ഷകരെ പറയട്ടെ, ഞാൻ ഇടുന്ന വേഷവും ഞാൻ ഇടുന്ന കോസ്റ്റ്യൂമും തമ്മിൽ അവര് വിലയിരുത്തിക്കോട്ടെ. ഞാനത് ഇടുന്നോണ്ടാണ് അവര് പറയുന്നത്. ഞാൻ ഇടാതെന്ന് അവര് പറയൂ. അതെന്റെ ഇഷ്ടമല്ല, എനിക്ക് എന്ത് ഇടണമെന്നൊക്കെ തീരുമാനിച്ചാല്. അതുപോലെ തന്നെ രേണുസുധിയുടെ കോസ്റ്റ്യൂംസും എല്ലാം ഭയങ്കര ഇതായിട്ട് ഇരിക്കുകയാണ്. ഭർത്താവ് മരിച്ച സ്ത്രീ അങ്ങനെ ചെയ്യാം, അതിനോടുള്ള അല്ല, ഭർത്താവ് മരിച്ച സ്ത്രീ ഇപ്പം ഒതുക്കി കൂടി ഇരിക്കണം എന്നൊന്നുമില്ല, ഒരിക്കലും ഇല്ല. അത് പണ്ടത്തെ കാലമാണ്. ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ പോയി കൂടെ സതി എന്നും പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, കൂടെ ചാടി. അത് അവളുടെ ഇഷ്ടമാണ്. അവൾക്ക് എങ്ങനെയും നടക്കാം, അവൾക്ക് എങ്ങനെയോ ജീവിക്കാം. അത് അവളുടെ ഇഷ്ടമാണ്. പക്ഷെ ഒരു പൊടിക്കൊക്കെ ഒതുങ്ങണം, അത് ഞാൻ പറയുന്നുണ്ട്. ഒരു പൊടിക്ക് ഒതുങ്ങാന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പറയിപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ദാസേട്ടന്റെ വർക്കൊക്കെ ഇറങ്ങിയപ്പോ നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയതാണ്. നല്ല രീതിക്ക് സപ്പോർട്ട് കിട്ടിയ ഒരു വ്യക്തി. അതേപോലെയുള്ള നല്ല നല്ല വർക്കുകളും കാര്യങ്ങളും ഒക്കെ വന്നാല് ഇവക്ക് നല്ല രീതിയിൽ ക്ലച്ച് പിടിക്കാമായിരുന്നു. കുറച്ച് ഓവറാണ്. തീർച്ചയായിട്ടും. അല്ല, എനിക്ക് പറയാൻ മതി. ഞാൻ ഒരു കൂട്ടുകാരി എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഞാൻ അവളെ സംസാരിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നു, ഇത് നിങ്ങളെ ഈഗോയാണോ കുശുമ്പാണോ എന്ന് പറയണ്ട. ഞാൻ പറയുന്ന കാര്യം തന്നെയാണ്. ഞാൻ അത് ആരാണെങ്കിലും മുഖത്ത് നോക്കി പറയാനുള്ള ഒരാളാണ്. ഞാൻ മുഖത്ത് നോക്കി പറയും. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ ഇവളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ ഒരു ടോപ്പിക്ക് അവളുമായിട്ട് എനിക്ക് സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു സുഹൃത്തും ഇല്ല ഞങ്ങൾ തമ്മിൽ. അത്രയും ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് അല്ല. ഫോൺ വിളിച്ചാൽ പോലും അവർക്ക് അവർക്ക് എടുക്കാൻ നേരമില്ല. ഞാൻ ഒരു മാസം മുന്നേ ഒരു PRP എന്റെ തല PRP ചെയ്തു. അപ്പൊ ആ ടീമാർ എന്നോട് പറഞ്ഞു, രേണുവിന്റെ മുടി ഡാമേജ് ഉണ്ട്, അപ്പൊ നമുക്കൊരു PRP ചെയ്യാൻ നിമിഷം അവളെ ഒന്ന് കോൺടാക്ട് ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അവളോട് ചോദിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് കോൺടാക്ട് നമ്പർ തരാമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ഒരു മാസമായി ആ ഒരു മെസ്സേജ് വാട്സപ്പിൽ കണ്ടിട്ടില്ലാത്ത. അതിനുശേഷം ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് കണ്ടായിരുന്നുള്ളേ, ആർക്കെങ്കിലും എന്തെങ്കിലും എന്നോട് പറയാനുണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് നോക്കാറില്ല, എന്നെ കോള് വിളിക്കണമെന്ന് പറഞ്ഞു. നോക്കാറില്ല, പക്ഷെ കോള് വിളിക്കണം എന്നും പറഞ്ഞിട്ടൊരു സംഭവം അവൾ ഇട്ടേക്കുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ അവളെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഈ 4 ചാനൽ ലൈവ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ലൈവ് ചെയ്യുമ്പോൾ രേണുസുധി വിളിച്ചോ, അവളെ പറ്റി പറ എന്നോട് ഇങ്ങനെ ടോപ്പിക്. തെറിയും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവ് നിനക്ക് നാളെ ഇല്ലടി എന്ന് പറയും. പക്ഷെ അത് ഞാൻ കാര്യമാക്കുന്നില്ല. ഞാൻ ആരോടും മിണ്ടണം, ഞാൻ ആരോടും സംസാരിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്. അത്രേ ഉള്ളൂ. ഞാൻ ഒരു വ്യക്തിയുടെ അവരുടെ ലൈഫ് എങ്ങനെയാണെന്ന് ചോദിക്കാറില്ല. ഞാൻ എന്നോട് പെരുമാറുന്ന രീതി മാത്രം ചിന്തിച്ച് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് ആണാണെങ്കിൽ പെണ്ണാണെങ്കിലും. നമുക്കൊരു സാധനം എന്തെങ്കിലും ഉപകാരമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഒരു കുറ്റം പറയുന്നത് തിരിച്ച് അതിനോടുള്ള ഇത് കാഴ്ച അത് ഞാൻ യോജിക്കുന്നില്ല. കാരണം എന്താ വെച്ചാല്, ഞാൻ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളാണ്. അപ്പം ഞാനിപ്പോ ഈ ഒരു വീട് തന്നെ, ഇപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലാണ് വന്നേക്കുന്നത്. അപ്പം ഈ ഒരു വീട് തന്നെ 20,000 രൂപ റെന്റാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഉണ്ടാക്കണമെങ്കിലുള്ള ഈ ഒരു സംഭവത്തിൽ ഈ എടപ്പള്ളിയിൽ ഇതുപോലെ കൊച്ചിയിൽ വന്നിട്ട് 20,000 രൂപ വാടകയ്ക്ക് നിൽക്കുമ്പോൾ ഒരു മാസം 20,000 രൂപ ഇപ്പോഴും എന്നോട് പറയുന്നത് നിനക്ക് കാശ് ഇഷ്ടം പോലെ എന്ന് പറയും. ശരിക്കും ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നത്. എനിക്ക് സ്ഥലം ഉണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമുക്ക് വിൽക്കേണ്ടി വന്നു. എന്നിട്ടും എന്റെ കുടുംബവും എന്റെ ഹസ്ബൻഡും എന്റെ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയൊക്കെ കയറി വരാൻ പറ്റിയത്. എത്ര കയറി വരാൻ പറ്റിയെന്ന് പറയാം. എവിടെ കയറി എന്നാ ചോദിക്കുന്നത്? ഒരിക്കലും അല്ല. 10 പേർക്ക് അറിയാലോ എന്നെ. 10 പേർക്ക് എന്റെ പേര് പറഞ്ഞറിയാലോ. അത് ഞങ്ങൾ ഒരു മനസ്സായിട്ടും ഒരു ശരീരമായിട്ട് നിന്നുകൊണ്ട് മാത്രമാണ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഒരു വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് നോക്കിയും കണ്ടും ഒക്കെ നോക്കിക്കൊണ്ട് നടക്കുക. പിന്നെ ഞാൻ എത്ര രാത്രിയായാലും നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ള ജോലികൾ നമ്മൾ ചെയ്ത് തീർത്തിട്ട് കിടന്നുറങ്ങുക. അപ്പൊ അങ്ങനെയൊക്കെയാണ് അതിപ്പോ എന്റെ സ്റ്റൈലല്ലല്ലോ അവളുടെ സ്റ്റൈൽ, അവളുടെ സ്റ്റൈലല്ല എന്റെ സ്റ്റൈൽ. രേണുസുധി
അത് വേ ഇത് റേ, അങ്ങനെയാണ്. അത്രേ ഉള്ളൂ. ചേച്ചി നല്ലൊരു കുടുംബിനെയാണ്. തീർച്ചയായിട്ടും 100%. ചേട്ടനോട് ചോദിച്ചാൽ അത് പറയും. തീർച്ചയായും ഇതേ വിളിക്കുന്ന ചോദിച്ചു നോക്ക്. ചേട്ടനോടോ അച്ഛനോടോ അമ്മയോടോ മക്കളോടോ ആരോട് വല്ലതും ചോദിച്ചു, എന്റെ നാട്ടുകാരോടോ ആരോടും ചോദിച്ചു, എല്ലാവരുടെ സ്കൂളിലോ എവിടെ വല്ലതും പോയി ചോദിച്ചു. അത്ര ഇതാ തീർച്ചയായിട്ടും 100%. പിന്നെ ഒരു കാര്യം, എനിക്ക് എന്നെ പറഞ്ഞാൽ എനിക്ക് വിഷമമില്ല. എന്നെ പറഞ്ഞാൽ ഞാൻ ഒന്നും കേൾക്കില്ല, ആർക്കെതിരെ ഞാൻ പ്രതികരിക്കാനും പറ്റില്ല. അപ്പൊ ലൈവിലൊക്കെ ആണെങ്കിൽ നല്ല മറുപടി കൊടുത്തുള്ളൂ. പക്ഷെ എന്റെ കുടുംബക്കാരെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടത്തില്ല. എനിക്ക് എന്റെ വീട്ടുകാരെ പറഞ്ഞ അവരെ ഞാൻ കൊണ്ടുവരാറില്ല. വല്ലപ്പോഴും ഒക്കെ വീട്ടുകാരുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ, ഫാമിലി വീഡിയോ, അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമേ എടുത്തു. അവർക്ക് പ്രൈവസി കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. ഒരു കാര്യം ചോദിക്കുക, പെണ്ണായതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്രമാത്രം റീച്ചും ഇതും എല്ലാം കിട്ടാൻ കാരണം? പെണ്ണെന്ന് പറഞ്ഞാൽ ഭയങ്കര സൗന്ദര്യമല്ലേ എപ്പോഴും. അല്ല, ഇപ്പൊ ഒരാണ് ഒരു യൂട്യൂബ് ചാനൽ നമുക്ക് ഇങ്ങനെ ഒരു ലൈവ് ഇട്ടാലൊക്കെ നമുക്ക് അത്ര കിട്ടണമെന്നില്ല. ഇല്ല, അതെ, തീർച്ചയായിട്ടും. അല്ലേ, അതുപോലെ നമുക്ക് എക്സ്പോസ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. അത് ഓരോ ആൾക്കാർ ഇഷ്ടമാണ്. എക്സ്പോസ് ചെയ്യാൻ ഓരോ ആൾക്കാർ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഞാൻ ഈ കീറിയതും തുന്നിയതും ഒക്കെ ഇട്ടോണ്ട് തന്ന ഒരാളാണ് പണ്ട്. എനിക്കും ഒന്നും ഒരു തേങ്ങക്കൊല്ലി ഇല്ലായിരുന്നു. റബ്ബർ വെട്ടുകാരായിരുന്നു എന്റെ കുടുംബക്കാർ മൊത്തം. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കീറിയ ഇങ്ങനെ ഉണ്ട്. ഞാനും ബിജോ ചേട്ടനോട് ഞങ്ങൾക്ക് ഒരു ജോലി, ഒരു 6-7 വർഷം മുന്നേ ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുന്നേ ഞങ്ങൾ ഈ ജോലി ചെയ്ത ആൾക്കാരാണ്. എന്റെ അച്ഛനും അമ്മയും കൂടെ 10-35 വീടോളം വാടകയ്ക്ക് ഇടുന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്ക് സോഷ്യൽ മീഡിയ കിട്ടി, ഒരു വഴി നമുക്ക് തുറന്ന് കാണിച്ചപ്പോൾ നമ്മൾ അത് പിടിച്ച് കയറി ജീവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഡ്രസ്സ്, അപ്പൊ എനിക്ക് മോഡേൺ ഡ്രസ്സൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടാനും ഒക്കെ. പിന്നെ മെയിനായിട്ട് റീച്ചും, സാധാരണ ചുരിദാർ ഇട്ടുകൊണ്ട് ഡാൻസ് വെച്ച് ആരും കാണാനില്ല. പിന്നെ ഇച്ചിരി അവിടെ എവിടെയും ഒരു ഷോർട്സ് ഒക്കെ ഇട്ട് കളിച്ച 10 പേര് കാണും. നമ്മൾ നോക്കുന്നത് നമുക്ക് യൂട്യൂബിൽ നിന്നും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് പേയ്മെന്റ് തരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ എങ്ങനെ റീച്ച് ഉണ്ടാക്കി എടുക്കാന്നുള്ളത് നമ്മുടെ മൈൻഡിലുള്ള ഒരു തീരുമാനമായിരിക്കണം. അത് നോക്കി നമ്മൾ ഇടുന്നു, അത്രേ ഉള്ളൂ. ചേച്ചിയുടെ കണ്ടന്റ് മോർ കണ്ടന്റ് ഡ്രിവൺ ആണോ അതോ കൂടുതൽ? എല്ലാം ഉണ്ട്. എന്റർടൈൻമെന്റ്, അതായത് കുക്കിംഗ് വീഡിയോ, ഫണ്ണി വീഡിയോ, ട്രാവലിംഗ് വീഡിയോ, ലൈവ്, ഷോർട്സ് എല്ലാം ഉണ്ട്, മിക്സ് ആണ്. വ്യൂസ് ഇങ്ങനെ ബാധിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്, എക്സ്പോസ് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതൽ കിട്ടുന്നതായിട്ട്? ചിലതൊക്കെ എന്നാലും നോർമലൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞാലും കയറുന്നുണ്ട്. അങ്ങനെയൊന്നും ഇല്ല. എപ്പോഴും ചിലപ്പോൾ ഞാൻ ഒരു വൃത്തിയില്ലാത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതായിരിക്കും ചിലപ്പോൾ കയറുന്നത്. അതാണല്ലേ ഈ യൂട്യൂബ് മാമിന്റെ കാര്യം എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല, അവർക്ക് തോന്നുന്നല്ലേ അവർ ചെയ്യത്തുള്ളൂ. ശരി, നമ്മുടെ ലൈവിലും എല്ലാത്തിലും നോക്കുമ്പോൾ കുറെ കമന്റ്സ്, വൾഗറായിട്ടുള്ള എല്ലാ കമന്റ്സ്. ചേച്ചി അങ്ങനെ ഒരു ഏറ്റവും വേസ്റ്റ് ആയിട്ട് കിട്ടിയ കമന്റ് ഏതായിരിക്കും ചേച്ചി? വേസ്റ്റ് ആയിട്ട് കിട്ടിയ കമന്റ് എനിക്ക് ഒട്ടുമിക്കുന്ന വൃത്തിയില്ലാത്ത കമന്റ്. എന്നാലും ഏറ്റവും ചേച്ചി ഓർത്തിരിക്കുന്ന അങ്ങനെ ഓർത്തിരിക്കാൻ എപ്പോഴും ഓർത്തിരിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് മൊത്തം അതിലൊരെണ്ണം പറയാം, അതൊന്ന് ഷെയർ ചെയ്യാം. എന്തോന്ന് ഞാൻ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ അതിന്റെ അടിയിൽ അതേ വരത്തുള്ളൂ. അതാണ് ഞാൻ എന്തൊരു കമന്റ് പറഞ്ഞെന്ന് പറഞ്ഞാൽ മൂത്രം തരുമോന്ന് ചോദിച്ചാൽ മൂത്രം തരുമെന്ന് ചോദിച്ച കമന്റാണ് എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉള്ളത്. പിന്നെ എന്റെ നഖം കണ്ടാൽ മൂടാന്ന് ഈ 2 കമന്റാണ് എനിക്ക് ഇപ്പോഴും എന്റെ മൈൻഡിൽ ഇരിക്കുന്നത്. കാരണം മൂത്രമൊക്കെ വേസ്റ്റ് ആയിട്ട് നമ്മൾ കളയുന്ന സാധനമല്ലേ, ഒന്നും കളയാനില്ല. അത്ര വരെ കേരളത്തില് ഉണ്ടല്ലേ? ആയിരിക്കും, ഉണ്ട്. അതുകൊണ്ടല്ലേ നമ്മളോടൊന്ന് ചോദിക്കുന്നേ, ഒരു പ്രാവശ്യമല്ലേ ചോദിക്കുന്നേ. ഇത് സ്റ്റോറി നമ്മൾ ഇട്ട് കഴിയുമ്പോ തന്നെ അവന്റെ ഒരു ഭാഗ്യം, അതിന്റെ അടിയിൽ തന്നെ മെൻഷൻ ചെയ്ത് പിന്നെ കുറെ ആൾക്കാർ പേഴ്സണലി ചോദിച്ചോണ്ട് വരുമോ, തരുവോ. പിന്നെ ഞാൻ പിന്നെ മഞ്ഞ സെയിൽ ചെയ്തേക്കാന്ന് പറഞ്ഞു. എന്തിനാ കളയുന്നേ? ഇനി ഞാൻ വെള്ളം കുടിക്കാൻ മൂത്രമിക്കാം, തന്നെ ജോലിയാക്കുമ്പോൾ. ലോകത്ത് ഇങ്ങനത്തെ ഉണ്ട്. ഇത് വെച്ചാ ഇത് മാത്രമല്ല ഫാന്റസി എന്ന് പറഞ്ഞിട്ട്, ഇത് മാത്രമല്ല മറ്റേ ടോർച്ചറിങ് സെക്ഷൻ ഞാൻ പറയാൻ പോയിട്ട്, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ഇന്റർവ്യൂവിലും. പല ആൾക്കാരും പല പെൺപിള്ളേരും നേരിടുന്ന ഒരു സംഭവം കൂടിയാണ്. അടിമയാക്കോ എന്നൊന്നും പറഞ്ഞ് ചോദിക്കുന്നത്. എല്ലാവരും ലൈവിൽ വന്നിട്ട് എന്നെ അടിമയാക്ക്, വീട്ടിലെ ജോലി കഴിഞ്ഞ് തരാം, ബാത്റൂം ഞാൻ നക്കി വൃത്തിയാക്കി തരാം. തീർച്ചയായിട്ടും 100%. ഞാൻ അതെനിക്ക് നുണ പറയേണ്ട കാര്യം, നിങ്ങൾ എന്റെ ലൈവിൽ ഒന്ന് കയറി അറിയാൻ പറ്റും. ഇമ്മാതിരി കമന്റ് ഇപ്പൊ ഇന്റർവ്യൂവിന് ശേഷമൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന് മുന്നേ ഡെയിലി വരുന്ന കമന്റ് പല ലൈവിലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനകത്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിനകത്ത് വരുന്നതാണ് അടിമയാക്കോ ജോലി ചെയ്തത്. അപ്പൊ ഞാൻ പറയുന്ന കാര്യത്തിലേ ഉള്ളൂ, അവർക്ക് അങ്ങനത്തെ ഒരു ഫാന്റസി ഉള്ളവരാണെങ്കിൽ അതേ ഫാന്റസിയും അതേ മെന്റാലിറ്റി ഉള്ള ആൾക്കാരോട് സംസാരിക്കാം. അല്ലാതെ വെറുതെ പെമ്പിളാരെ ലൈവിലേക്ക് കയറി വന്നിട്ട് മൂത്രം തരുവോ നക്കി തരാന്നൊക്കെ പറഞ്ഞാൽ ഒറിജിനൽ ഒറിജിനൽ ഒന്നും വന്ന് പറയണ ധൈര്യം ഇല്ലല്ലോ. ഞാനൊരു പെണ്ണാണ്, ഞാൻ ഇത്രയും 4 ലൈവിൽ ഇരുന്നിട്ട് ഇതെല്ലാം ഫേസ് ചെയ്തിട്ട് ഞാൻ ഇതിനെല്ലാം റിപ്ലൈ കൊടുക്കുന്ന ഒരു വ്യക്തിയാ. പച്ച മലയാളത്തിൽ തന്നെ റിപ്ലൈ ഞാൻ കൊടുക്കുന്ന ഒരു വ്യക്തിയാ. പക്ഷെ ഇവന്മാർക്കൊന്നിനും മുഖമില്ല. പിന്നെ ഡെയിലി വന്ന് ചോദിക്കുന്ന കളി തരാമെന്ന് ചോദിക്കുന്ന കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തരാം, ഞാൻ ഒരു മടിയില്ല, ഞാൻ നിന്റെ വീട്ടിൽ നീ കിടക്കുന്നിടത്ത് ഞാൻ വരും. നീ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ നിന്റെ വീടിന്റെ മുറ്റത്ത് നിമിഷ വിജയം ഉണ്ടാവും. കളി തരാം, ലൊക്കേഷൻ തരണം, ലൈവിൽ തന്നെ അഡ്രസ് ഇട്ട് തരണം, ലൊക്കേഷൻ തരണം. തീർച്ചയായും ഞാൻ ചെല്ലും. വീട്ടിൽ എത്ര ദൂരെയാണെങ്കിലും ഞാൻ ചെന്നിരിക്കും. ഞാൻ വരും ആ സാഹചര്യത്തിലേക്കാണ്. ആവശ്യം അങ്ങനെ ഇട്ടാ മതി. എത്ര ആഗ്രഹം അവന്റെ ആഗ്രഹം സാധിച്ചു നിമിഷം ധൈര്യമില്ലെന്നേ. അതിന്റെ അടി വരെ ഒരാൾ അഡ്രസ് ഇട്ടിട്ടില്ല. ഓരോരുത്തരും
അഡ്രസ് ഇട്ട് തരട്ടെ 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 ചോദിക്കും താഴെ അങ്ങോട്ട്. ധൈര്യം ഉണ്ടെങ്കിൽ നീക്ക് അഡ്രസ് അവിടെ വരും. അവിടെ അത്ര ധൈര്യമുള്ള ആരെങ്കിലും കേരളത്തിൽ ഉണ്ടല്ലേ? അതെ. ചോദിക്കാൻ മാത്രമല്ല ലൊക്കേഷൻ ഇട്ടോ. തീർച്ചയായിട്ടും അത്ര അഡ്രസ് തരണം, എന്നാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. നേരിട്ട് വന്ന് നേരിട്ടൊന്ന് ചോദിച്ചിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ ചോദിച്ചിട്ടില്ല. അതിനുള്ളതായി ആർക്കെങ്കിലും ഉണ്ട്? ഇപ്പൊ നമ്മള് സവാദിന്റെ കേസ് പിന്നെയും സവാദിനെ പിന്നെയും രണ്ടാമത് പിടിച്ച്. അപ്പൊ ജീവിതത്തിൽ ഇങ്ങനെ സവാദമാരെ ഇങ്ങനെ നേരിട്ടിട്ടുണ്ടോ? ഇല്ല. ബസ്സില് പിടി? ഇല്ല. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അങ്ങനെ ഞാൻ പൊതുവെ ഞാൻ പൊതുവെ ഒരു 5 വർഷമായി. 5 വർഷത്തിന് ശേഷം ഞാൻ എന്നാ ബസ്സിൽ കയറിട്ട് ഇല്ല. ഞങ്ങള് ഒരുമിച്ച് ഈ വണ്ടിക്ക് തന്നെയാണ് നമ്മൾ. പൊതുസ്ഥലങ്ങളിലൊക്കെ ഇല്ല. അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ ഞാൻ പോകത്തില്ല. ഞാൻ കൂടുതൽ എവിടെയാണ് എനിക്ക് സമയം കിട്ടി അപ്പൊ ഞാൻ വീട്ടിൽ പോയിരിക്കുന്ന ഒരാളാണ്. എന്തൊരു ഫംഗ്ഷന് പോവാണെങ്കിൽ തന്നെ പോകും. ഞങ്ങൾ രണ്ടുപേരും, ചേട്ടനുണ്ടാവും എൻ്റെ കൂടെ. ഞങ്ങൾ രണ്ടുപേരും പോകും. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കും. ഞങ്ങൾ എന്റെ കാര്യം കഴിഞ്ഞ് ഞങ്ങൾ വരും. പിന്നെ അത്രേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എന്നുവെച്ചാ ടോക്സിക് നമ്മളെ ഇപ്പൊ തുറിച്ചു അങ്ങോട്ടാവും. ഒരു ഡ്രസ്സ് ധരിക്കുമ്പോ പോലും നമുക്ക് അത് ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ. എല്ലായിടത്തും കൊച്ചിയിലൊന്നും കുഴപ്പമില്ല. ചില നാട്ടിൻപുറങ്ങളിലും അങ്ങനെയൊക്കെ ഉള്ളു. അത് തന്നെ പറഞ്ഞപ്പോ തൊടുപുഴയല്ലല്ലോ, മൂവാറ്റുപുഴയാന്ന് തോന്നുന്നു. ഞാനൊരു വാഗമണ്ണി പോയിട്ട് വരുന്ന വഴിക്ക് ഞങ്ങള് എൻ്റെ ഒരു കൂട്ടുകാരി കണ്ടു. അവളെ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ കോഫി കുടിക്കാൻ വേണ്ടി കയറി പോവാ. പോയി കഴിയുമ്പോഴത്തേനും ഞാൻ ഈ എടുത്ത് വരുന്ന വഴിക്ക് വ്ളോഗ് എടുത്തോണ്ട് വരുവാ, ഫോട്ടോസൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ സ്ലീവ്ലെസ്, അതായത് ഇങ്ങനെ ഒരു ഷിമ്മീസ് ഒരു ഇതും ഇപ്പോൾ ഈ കൈ ഇങ്ങനെ ഇറങ്ങി കിടക്കുക ഇത്രയും ഭാഗമായിട്ട്. അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോഴത്തേനും ഒരു അമ്മ അവിടെ നിൽക്കുക. അപ്പൊ ഞാൻ മോളെ കൈ ഒന്ന് കയറ്റിടും ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞു, ഞാൻ ഇങ്ങനെ നോക്കിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഞാൻ ഇങ്ങ് പോരും. അവർക്ക് പ്രസ്റ്റേഷൻ പറയാ, ഒരു 40 വയസ്സിന് മുകളിലേക്കുള്ള ആൾക്കാർ, ഞാൻ കളിയാക്കില്ല കേട്ടോ, ഞാൻ ഒരു പ്രസ്റ്റേഷൻ ഞാൻ പറയാണ്. എന്റെ ലൈവിലൊക്കെ കൂടുതൽ വരുന്നുണ്ട് അങ്ങനത്തെ ഉള്ള ആൾക്കാരും ഒക്കെ വരുന്നുണ്ട്. പിന്നെ അവർക്ക് പിന്നെ എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്തവരെല്ലാം തികഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ ഈ വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഹസ്ബൻഡ് പലത് കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർ വെച്ചുണ്ടാക്കി കഴിക്കുമ്പോൾ അവർക്കൊരു പ്രസ്റ്റേഷൻ കാണുമല്ലോ. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ തരും, ഇവിടെ ഇങ്ങനെ മാറി മാറി പോകുന്നു, ഇവിടെ മാറി മാറി ഡ്രസ് ഇട്ടുള്ളൂ. ബാക്കിയുള്ളവർ രാത്രി തൊട്ട് വൈകുന്നേരം വരെ വീട്ടിൽ കിടന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുന്ന വരുന്ന പ്രസ്റ്റേഷൻ കൊണ്ട് കുറെ പേര് വരാറുണ്ട്. അപ്പൊ അങ്ങനെ കുറച്ച് കീടാണുക്കളൊക്കെ ഉണ്ട്. അത് തന്നെ ഞാൻ ചില ഏരിയയിൽ മാത്രമേ ഉള്ളൂ. എനിക്ക് അങ്ങനെയൊന്നും ഇപ്പൊ അഥവാ എന്നെ ഇപ്പൊ ആരെയും നോക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ മുന്നിൽ വന്നിട്ട് എന്താ നോക്കണം, ബാമയ്ക്ക് വിരിക്കുന്നു നോക്കാന്ന് പറയും. അത് വേറെ കാര്യം. നേരത്തെ ഇതൊന്നും പറയാനുള്ള ധൈര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയും തീർച്ചയായും. അത്ര ബോൾഡായിരുന്നു, ബോൾഡ് ആക്കിയതാണ് സമൂഹം എന്നെ മാറ്റിയെടുത്തു. എന്തേലും ആരെങ്കിലും നോക്കുവാണെങ്കിൽ ഞാൻ ചെന്ന് ചോദിക്കും, എന്താ നോക്കുന്നത്, ബാമക്ക് ഇരുന്ന് നോക്കാന്ന് പറയും. അതിനുള്ള ധൈര്യം എനിക്കുണ്ടോ? നോക്കിക്കോ, നമുക്ക് ഇരുന്ന് നോക്കാം. ചേട്ടൻ നിന്ന് എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എനിക്ക് അവളോട് വീഡിയോ എടുത്താൽ പോരെ, അല്ലാതെ എനിക്ക് കൊച്ചിനെ എടുത്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചിക്ക് ഒരു കുശുമ്പോ അമ്മൂമ്മയുടെ മറ്റേതൊരു വാമയിലേക്കോ. അപ്പൊ ചേച്ചി പിന്നെ ഈ രേണുസുതി ഭയങ്കര ഇതായിട്ടിരിക്കുക. പക്ഷെ എന്റെ ഒരു ഇതെന്ന് വെച്ചാൽ രേണുസുതി എന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ച ഒരു സ്ത്രീ വീടൊക്കെ വെച്ചു കൊടുത്തു, ഓക്കെ, അതൊക്കെ ശരിയാണ്. പക്ഷെ അവിടെ ചോർച്ചയാന്ന് പറഞ്ഞ് അവിടെ ഇത് വിഷയമൊക്കെ ഉണ്ടായി. അത് നേര് തന്നെയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭർത്താവ് മരിച്ച സ്ത്രീ വേറെ ഏത് വരുമാനമാണ് ഉള്ളത്? അപ്പൊ അങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയെ ഇപ്പൊ സോഷ്യൽ മീഡിയയും മറ്റേ കുറെ യൂട്യൂബേഴ്സും കൂടെ റിയാക്ഷനും എല്ലാം പറഞ്ഞ് അവരുടെ കുറ്റങ്ങൾ ചികഞ്ഞെടുത്ത് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചേച്ചി ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഇതിന്റെ ഇടക്ക് വന്ന് ഇങ്ങനെ ഷോ കാണിക്കുന്നത് എത്രമാത്രം അടിസ്ഥാന? ഞാൻ ഏതാ ഷോ കാണിച്ചത്? അല്ല, ഇതിപ്പം ഋതപ്പനെ ഏറ്റെടുക്കാന്ന് പറയേണ്ട ഒരു കാര്യമില്ല. എനിക്ക് ഏതെങ്കിലും അമ്മ കേരളത്തിൽ ഇപ്പൊ താൻ തന്നെ ഇവിടെ നിന്ന് നേരത്തെ ചോദിച്ചായിരുന്നു. ഇപ്പൊ പുള്ളിക്കാരിക്ക് സമയമില്ലല്ലോ, സമയമില്ലാത്തോണ്ടാണ് ഞാൻ നോക്കാന്ന് പറഞ്ഞത്. അല്ല, പക്ഷെ അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഏതെങ്കിലും ഒരു സ്ത്രീ, അത് എന്ത് ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഏതെങ്കിലും ഒരു സ്ത്രീ വന്നിട്ട് എന്റെ മോനെ നോക്കാൻ നേരമില്ല, എന്റെ മക്കളെ നോക്കാൻ നേരമില്ല, ഏതെങ്കിലും സ്ത്രീ പറയുമോ? അല്ല, അങ്ങനെ പറഞ്ഞു. എനിക്ക് അവളോട് ഒരു പ്രശ്നം എനിക്കില്ല. ഞങ്ങള് ഫ്രണ്ടാണ്, ഇപ്പോഴും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞിട്ടില്ല. പക്ഷേ ഒരിക്കലും ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് നമ്മുടെ കുഞ്ഞാണ്, പ്രത്യേകിച്ച് ഋതപ്പൻ എന്ന് പറയുന്നത് അവൾ തന്നെ പറഞ്ഞു, അത്രയും സ്നേഹിച്ചിരിക്കുന്ന മറ്റേ സുധിച്ചേട്ടൻ, അവൾ അത്രയും സ്നേഹിച്ചിരിക്കുന്ന ഒരു സുധിച്ചേട്ടന്റെ ഒരു മോനാണിത്. ഒരിക്കലും ആ മോനെ ഇവിടെ വന്നിട്ട് നിങ്ങൾ നോക്കിക്കോ, നാട്ടുകാർ നോക്കിക്കോ എന്ന് ഏത് അമ്മ പറയും? എനിക്ക് ആ ഒരു കാര്യം എന്റെ കൂട്ടുകാരിയായിട്ട് തന്നെ ഞാൻ പറഞ്ഞു. ആ ഒരു ഫ്ലോയില് ഏത് ഫ്ലോ ഇപ്പൊ നാട്ടുകാരെല്ലാം അവരെ കുറ്റം പറയുമ്പോ പിന്നെ പുള്ളിക്കാരി അതല്ലാതെ എന്ത് പറയാം? അപ്പൊ ചേച്ചി അതിന്റെ ഇടക്ക് പറയേണ്ട, റിയാക്ഷൻ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാര്യം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ കൊച്ചിനെ നോക്കിക്കോളാം എന്നല്ലേ പറഞ്ഞു. തിരക്കുകളിൽ നിന്ന് തിരക്കിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന രേണുസുതിക്ക് കൊച്ചിനെ നോക്കാൻ നേരമില്ല. ഞാൻ ആ കൊച്ചിനെ ഏറ്റെടുക്കാൻ റെഡിയാണ് അമ്മ എന്ന നിലയ്ക്ക്. എന്റെ 2 മക്കളുണ്ട്, എന്റെ മോളാണ്. എനിക്ക് റീച്ച് കിട്ടാൻ വേണ്ടി എനിക്ക് അവളോട് വീഡിയോ എടുത്താൽ പോരെ, അല്ലാതെ എനിക്ക് കൊച്ചിനെ എടുത്ത് നോക്കേണ്ട കാര്യമുണ്ടോ? ചേച്ചിക്ക് ഒരു കുശുമ്പോ അമ്മൂമ്മയുടെ മറ്റേതൊരു
ഓട്ടോമാറ്റിക്കലി എന്നെ കാണുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ഈഗോയോ കുശുമ്പോ ഇല്ലാത്ത ഒരാളാണ്. ഒരാളും അവർക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ആ മരിച്ച സമയത്ത് ഈ പറയുന്ന ഒരാളും ഇല്ല. അവർക്ക് സപ്പോർട്ട് ഉണ്ടായിട്ട് ഒരാൾ പോലും ഈ ഒരു സപ്പോർട്ട് ഉണ്ട് ഒരാൾ പോലും അവളെ ഒന്ന് കാണാനോ അവളുടെ അടുത്തോ ആരും പോയിരുന്നില്ല. ഞാനാണ് ഇവിടുന്ന് ഇത്രയും ദൂരം ഞാൻ ഓടിപ്പോയത്. എന്നിട്ട് ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അത് എന്നെ കൊണ്ട് കിട്ടുന്ന ഹെൽപ്പുകൾ ഞാൻ ചെയ്യാനേ ശ്രമിച്ചിട്ടുള്ളൂ. ആ സമയത്ത് അത്ര റീച്ചില്ല. ബിഗ് ബോസിന്റെ ടൈം നിമിഷ ബിജോ എന്ന് പറഞ്ഞൊരു വ്യക്തി ഒറ്റയ്ക്ക് തന്നെ വഴി വെട്ടി വന്നവളാ. ഒരാളുടെ കെയർ ഓഫിലോ ഒരു ആണുങ്ങളുടെ കൂടെയോ ഒരു പെണ്ണുങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ണിക്കണ്ട ആണുങ്ങളുടെ കൂടെ ചെയ്ത് വീഡിയോ ഉണ്ടാക്കി എടുത്ത ഒരാളല്ല ഞാൻ. ഒറ്റയ്ക്ക് എന്റെ കുടുംബത്തിന്റെ സപ്പോർട്ട് കാരണം കൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തിട്ട് വന്നു. അതിന്റെ ഈ കോപ്പിലെ പരിപാടി നീ ഇന്നുകൊണ്ട് നിർത്തിക്കണം കേട്ടല്ല.